ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിൽ 6 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ കുരു എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. നെല്ലിക്ക ഇതുപോലെ കനം കുറച്ച് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കറി നമ്മളൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 4 വലിയ അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനൊരു 6 വലിയ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി മൂത്ത് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. അതുപോലെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങണം. ആ ഒരു സമയം വരെ വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ആദ്യമേ ചേർത്ത് കൊടുത്താൽ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഈ വറ്റൽമുളകും ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയുള്ളിയുടെ കളറെല്ലാം മാറിയിട്ട് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടാണല്ലോ. അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കുകയോ ചെയ്യാം. എന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് കായമാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കയാണ്. നമ്മൾ നേരത്തെ 6 നെല്ലിക്ക ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെല്ലിക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നെല്ലിക്ക ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയും നെല്ലിക്കയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഈ ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നെല്ലിക്ക മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അത് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നേരത്തെ പൊടികൾ ചേർത്ത് കൊടുത്തപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് നെല്ലിക്ക വേവിച്ചെടുക്കണം. നെല്ലിക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാക്സിമം ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നെല്ലിക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നെല്ലിക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നെല്ലിക്ക ഈ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ ഉടച്ചു കൊടുക്കുന്നില്ല. ഈ കറിയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത്. തൈര് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടാണല്ലോ. ആ ചൂട് കൊണ്ട് തന്നെ തൈരും ഒന്ന് ചൂടായി കിട്ടും. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.